വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പം ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഗേൾസ് ഡേ ഔട്ട് ആണ് ഗൈസ്. അപ്പം ഓക്കെ, ഇപ്പൊ ആദിത്യ എം ഉണ്ട്, അജ്ന സൈനുദ്ദീനില്ല ഗൈസ്, അശ്മലാൽജി ഉണ്ട്, സമീന ലത്തീഫ് ഉണ്ട്, സിയ ഉണ്ട്. സ്പോൺസർ ആണ് ഇത്. അല്ല, അതിന് മുന്നേ ഗൈസ് പറയാൻ മറന്നുപോയി, നമ്മുടെ കൂട്ടത്തില് ഗൾഫിലുള്ള ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി കാണുമല്ലോ. അപ്പൊ അതില് ഞങ്ങളുടെ കൂട്ടുകാരിയാണ് പാറുന്റെ വക ചെലവാണ് ഗൈസ്. പാറു പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. മ്യൂസിക് ഇട്. അപ്പൊ ഞങ്ങൾ 3rd പ്ലേസ് വന്നേക്കുക. നീ കേറിക്കോ, ഓവറാക്കി ചെലവാക്കാണ്ടിരുന്നാ മതി. എല്ലാരും വയറു നിറ ചോറിനിട്ടാ വന്നത്, കൂടുതലൊന്നും മേടിക്കാതിരിക്കാൻ. ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചു, തിങ്ങി നിറഞ്ഞു. ഇതാണ് ആശ്മിലാഞ്ചി പറഞ്ഞ കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്യാൻ പറഞ്ഞു ആദിത്യ. ആരെയൊക്കെ സ്കാൻ ചെയ്യടാ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ഇവിടെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങൾ വന്നാണ് ഇത്ര തൊല്ലയാക്കിയത്. ഗൈസ്, ഞങ്ങൾ ഓർഡർ ചെയ്യാൻ 9 രൂപയുടെ വെള്ളമായിരിക്കും മിക്കവാറും ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പോണേ. ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. ഇവിടെ മെനു നോക്കാം. ഓ, ഹലോ, ഞങ്ങൾ ഇവിടെ അങ്ങ് സീറ്റ് പിടിച്ചു. 2 ടേബിളൊക്കെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ ആരും അവിടെ ഇരിക്കണില്ല. ഇത്രയും പേരെ ഇവിടെ ഉള്ളു. ഭയങ്കര നല്ല ആംബിയൻസാണ്. ഗൈസ്, ഇവര് ഭയങ്കര ചർച്ചയിലാണ്. നീണ്ട 1 മണിക്കൂറത്തെ ചർച്ചയ്ക്ക് ശേഷം എന്തുകൊണ്ട് പറയുന്നില്ല. പാലക്കാട്, കോട്ടയം വന്നാൽ കോട്ടയം മതി കേട്ടോ. ഫുള്ള് കളിക്കില്ലേ. സമീന ഇവിടെ സെം എക്സാം പഠിക്കുന്ന പോലെ. എന്നിട്ട് ഇടണമെന്ന് അല്ലേ? ഇത്ര നേരം ഇവര് എടുത്ത് ഓർഡർ ചെയ്ത സാധനമാണ്. ഇതിന്റെ ലാസ്റ്റ് മൊത്തം എത്ര ടോട്ടൽ എഴുതിയിട്ടില്ലെന്ന് കണക്ക് കൂട്ടിക്കുള്ളൂ. എന്താ ഓർഡർ ചെയ്ത്? 2 കാപ്പി 2 കടി. ആൾക്കാരൊക്കെ ഇവിടെ, ആൾക്കാർ കൂടി വരികയാണ് ഗൈസ്. ടുഡേ അപ്ഡേറ്റഡാ ഗൈസ്. ആദ്യം തിന്നത് എന്ത്? ഒരു സാധനം വന്നു, പക്ഷെ ഞങ്ങൾ ഇപ്പൊ എടുക്കുന്നില്ല. പ്രത്യേകിച്ച് പാറുനോട് അമ്മച്ചി വന്നു. ഞങ്ങൾ എല്ലാം കൂടി വന്നിട്ട് ഒരു വലിയ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതെന്തത്? കോൾഡ് കോഫിയോ? വേണമെന്നില്ല. അയ്യോ പാറു വയ്ക്കാൻ പോണ ഗൈസ്. എടി മാതി അല്ല, ഫുള്ള് വയ്ക്കണല്ലേ. ഇതെന്തായിരുന്നു സത്യത്തില്? ഇതെന്തായിരുന്നു? കഴിക്കോ? ഒരു കോഫിയുടെ സാധനമുണ്ട്, 6 പേരും ഉണ്ട്. ശരിക്കും നമ്മള് കാശില്ലാഞ്ഞിട്ടല്ല, അടേ നമ്മള് കാശില്ലാഞ്ഞിട്ടല്ല, നമ്മൾ അമേരിക്കൻ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. കോഫി, കട്ടൻ കാപ്പി, ചായ, കട്ടൻ കാപ്പി, ഐസ്ക്രീം. അയ്യേ കയക്കുന്നു. കൊള്ളില്ല ഗൈസ്, തീരെ കൊള്ളില്ല. ഇവിടെ ഐസ്ക്രീമാ തിന്നുന്നത്. അലിയ ഇതാ മൈക്ക്. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കയപ്പ് ഗൈസ്. ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ നിങ്ങളെ കാപ്പി ഇഷ്ടമുള്ളവർക്ക് പറ്റും. ഇഷ്ടം ഭയങ്കര കഫേൻ്റെ ചൊവ്വ. ഇനി നമുക്ക് സമീന ലത്തീഫിൻ്റെ
എടി കോഫി ആയിട്ട് മുക്കടി, കോഫി മുക്കടി. ഇവിടെ ഇവിടെ മുക്ക്. അവൾ ഐസ്ക്രീം തിന്നാണെങ്കിൽ ചിന്തിക്കട പോയി മേടിച്ച് തന്നാ പോരായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നീ ആ വെള്ളം മാത്രം കുടിച്ചേ, ആ വെള്ളം മാത്രം കുടിച്ചേ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് കാപ്പിയുടെ ചുവ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ച് നോക്കട്ടെ. തന്നെ ഇങ്ങോട്ട് ചേച്ചി മിക്സ് ചെയ്ത് തരാം. ഇവളുടെ കൂടെ എനിക്ക് എങ്ങനെയാണ് ഗൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ചോപ്പ് സ്റ്റിക്ക് ഒക്കെ ഇട്ട് ഐസ്ക്രീം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സിയക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കയ്പ്പ്. അതാണ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് പോലും എനിക്ക് ഫീൽ ആവണില്ല. അയ്യോ, നമ്മള് കടയിൽ ഇരുന്നിട്ട് തന്നെ കുറ്റം പറയുന്നു. ആണല്ലേ? കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഐ ആം എ കോഫി ലവർ, യു നോ. എടാ പക്ഷേ ഇത് ഭയങ്കര കയ്പടാ. ഇതെന്തത്? ഇതെന്തത്? വാട്ട്? കാരമൽ ഐസ്. ഫസ്റ്റ് ആശ്മിലാജി ട്രൈ ആവട്ടെ. ഐസ്ഡ് കാരമൽ കോഫിയാണ് ഗൈസ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല കിട്ടും തോന്നുന്നു. അയ്യോ ഇത് സൂപ്പറാ. ഇതും കൂടെ ബിഹൈൻഡ് ദ സീനും കൂടെ കാണിച്ചു കൊടുക്കുക. ആണോ? ഞാൻ അവളെ എടുക്കാം. പാറു എങ്ങനെയുണ്ട്? ഇഷ്ടയോ? റിസീവർ ആദ്യം ഇതിന്റെ മൂട്ടിലൊക്കെ ഇരുന്ന് റിസീവറിന്റെ മൂട്ടി ഇരുന്നിട്ട് പറയാ ഗൈസ് അതാ ഇതാന്നൊക്കെ പറയാം. ബട്ട് സ്റ്റിൽ ഉണ്ടല്ലോ. നിനക്ക് ഇഷ്ടമായില്ലേ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഇതിനകത്ത് കോഫി ആഡ് ആക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാനേ നിന്നോട് പറയാൻ വേണ്ടി വന്ന എന്താണെന്നറിയോ, ഈ കാരമൽ കുടിച്ചിട്ട് മായ്ക്കത് കോഫി എടുത്ത് ചൊവ്വാന്ന്. ഞാനൊക്കെ ഇത് മാറ്റിക്കേ. ഇതെങ്ങനെ അവിടെ ഇരിക്കുന്നത്? ഗൈസ് കൊള്ളാം. ഇവിടെയല്ലേ ലൈറ്റ്? കൊള്ളാം. കഫേന് അടങ്ങിയിട്ടുണ്ട്. കഫേ പക്ഷെ കുറച്ചധികം മധുരമുണ്ട്. എത്ര മധുരം എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായി. ജിമ്മിൽ പോണതിന് ഞാൻ ഡേറ്റ്സ് എടുക്കാറില്ല ഗൈസ്. ജിമ്മിൽ പോകാറില്ല. ഇവര് നമ്മളെ ഇറക്കി വിടും. നമ്മളെ ഇറക്കി വിടും. അത്ര ഒഴിച്ചല്ലേ? തന്നെ ഇങ്ങോട്ട് എന്റെ സാധനം. ഈ വെടല പിള്ളേരൊക്കെ അതിട്ടാണ് ഇളക്കിയത്. എന്നാ പിന്നെ ഇതിനകത്ത് വെച്ചാൽ പോലെ കൊള്ളാവോ? എന്നാ എനിക്കും കൂടെ. ഇഷ്ടപ്പെടത്തില്ല. പോടാ. എനിക്ക് ഇഷ്ടമില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ട ഭയങ്കര മധുരം. ഇഷ്ടപ്പെടില്ല. എടാ സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ കോഫി ലവറാണ്. പക്ഷെ ഇത് വിത്തൗട്ടല്ലേ? എനിക്ക് നല്ല കടുപ്പവും നല്ല മധുരം വേണം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ബർഗറും വന്നു. ദേ വരുന്നു. ആ കഴിച്ചോ? നമ്മൾ കഴിക്കുകയാ. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടപ്പെടും. ആണോ? നമ്മൾ രണ്ടെണ്ണം ഗൈസ് സയാമി സെറ്റുകളാണ് ഒന്നിച്ചിരിക്കുന്നത്. കൊള്ളാം. പക്ഷെ മയോണൈസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര പുളിപ്പായിപ്പോയി. ഫ്രൈസ് കൊള്ളാം.
എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിക്കോ കൈ കഴിക്കാനല്ലേ പറഞ്ഞ സാധനം കഴിക്കാനാ പറഞ്ഞത്. എടുക്കാൻ പറ്റണ്ടേ? ഇതെന്തോ ഗ്രൈൻഡറോ മിഷ്യൻ? എങ്ങനെയുണ്ട്? നല്ല മെസ്സിയോ? ഇവിടെ ഫുൾ മെസ്സായി. പറ്റപ്പല്ലേ? എൻ്റെ മേക്കപ്പ് ഒക്കെ ഒളിഞ്ഞു വരുന്നു. അത് സൂപ്പറടാ. നൈസ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ പേരെന്തായിരുന്നു? മെസ്സി ബർഗർ. നല്ല മെസ്സായിട്ടുണ്ട്. ഇവിടെ നോക്കുന്നു. അത് എടുത്തു വെച്ചത്. ഇനി 6 പേർക്കൊരു കടി കിട്ടിയാൽ മതിയായിരുന്നു. സമീനയുടെ അഭിപ്രായം എന്നതാണ്. നിനക്കൊന്നും ഫീൽ തോന്നില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടമായി. ആർക്കും ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഈ പാറു എടാ UK വല്ല നിലവാരം കാണിച്ചിരുന്നെങ്കിൽ. കുഴപ്പമില്ല. സിയയ്ക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ടേസ്റ്റ് ബഡ്സ് ആയിരിക്കും സെയിം. മേ ബി ഇഷ്ടപ്പെടാതിരിക്കും. നല്ലല്ലേ കേട്ടോ? യെസ്. നമ്മൾ എൻ്റെ ഒരു ഒന്നാണ്. അവൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പം തിന്നുന്നത്. ഞങ്ങൾ എൻ്റെ ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞവർക്ക് തന്നില്ല. ആ ബിഗ് ബോസ് ലാസ്റ്റ് എനിക്ക് ഗൈസ് ഇട്ടിട്ടുണ്ട്. അത് തിന്ന നമ്മുടെ ന്യൂട്ടെല്ല വഫിൾസ് വന്നിരിക്കുകയാണ്. കഴിക്കാം. ഇത് ഒഴിക്കുക, മൊത്തത്തോടെ സോറി ഗൈസ്, ഞാൻ ഒഴിക്കുകയാണ്. ആ ഓക്കെ. ആ ഓക്കെ. ഇത് 2 കഴിച്ചു. നീ മുറിക്കുന്നേ ഉള്ളൂ. യോ ഐസ്ക്രീം ഞാൻ മറന്നുപോയി. ഗൈസ് എനിക്കൊരു ഐസ്ക്രീം കൂട്ടി തന്നാരല്ലോ. പക്ഷെ എന്തത്? ഒരു ഐസ്ക്രീം പൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഐസ്ക്രീം കഴിക്കാം. സിനിമ ഉണ്ടോ അതിനകത്ത്? നൈസാ. ലണ്ടനിലുള്ള പാറ പോലും ഇങ്ങനെയല്ല കഴിക്കുന്നത്. കുന്നംകുളം കാശ്മീരാജി കഴിക്കുള്ളൂ. തീർന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇപ്പം ഇതുവരെ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം തിന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇതുവരെയും ഞങ്ങളുടെ പ്രൈവസി കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടില്ല, സോറി, ബാക്കി ഇരിക്കുന്നവർക്ക് കിട്ടിയിട്ടില്ല ഉള്ളിൽ. അപ്പം ഞങ്ങളിപ്പം കുറച്ച് നേരം കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. വേറെ ഓർഡർ ചെയ്തില്ലേ സമയം? ഓർഡർ ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കായി. ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഇന്ന് ഏറ്റവും സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഒന്ന് പാറു പോകുന്നതിൻ്റെ ചിലവാണ്. പാറു ലാസ്റ്റ് പാറു അല്ലല്ല വരും. പാറു പോകുന്നതിൻ്റെ ചിലവിലാണ്. രണ്ടാമത് പിന്നെ നമ്മുടെ കൂടെ പുതിയ അംഗമായി വന്നത് സിയയാണ്. അപ്പോൾ സിയയുടെ വക വീണ്ടും വേറൊരു ചിലവുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തിക്കോ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളിവിടെ ഇരിക്കുക. ബേക്കപ്പാണ് ഗൈസ്. ഇവിടെ ബേക്കപ്പ്. കറണ്ട് പോയി.
ചേട്ടനൊക്കെ ചിരിക്കുന്നു. ആക്ച്വലി ഈ കളർ എനിക്ക് ചേരുമോ നോക്കിയേ. ഫോണാടി കാണിച്ചു തന്നെ കൊള്ളാം അല്ലേ? ഇവരിവിടെ നല്ല യൂസ് ചെയ്യും. ഞാൻ ഇതൊന്നും This is the tomboy among us എന്നാണ് പറയുന്നത്. But she is cute and girly, right? Yeah. എടാ ഈ ലിപ്സ്റ്റിക്ക് കൊള്ളാവോ? പക്ഷേ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത് എൻ്റെ ഫേസ് അല്ലേ? ഇതിട്ടിട്ട് ഡള്ളായിട്ടിരിപ്പില്ലേ? എല്ലാവരും ഉണ്ട് ഗൈസ്, എല്ലാവരും നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത സാധനത്തിന് വേണ്ടി വെയിറ്റിങ്ങാ. സിയ അകത്തുനിന്ന് വെളിയിലോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ പക്ഷേ ഭയങ്കര ചൂട്, കാരണം ഞങ്ങൾ വെളിയിൽ വന്നാൽ കാരണം ലൈറ്റൊക്കെ ഉണ്ട്, പിന്നെ അകത്തുള്ളവർക്ക് പിന്നെ ഡിസ്റ്റർബൻസ് ആവട്ടുള്ളത് വിചാരിച്ച് ഞങ്ങൾ വെളിയിൽ വന്നു. ഇരുട്ടാണ്, അതിനെ കാണാൻ പോലും ഇല്ല. തപ്പട്ടെ ആദി നൻപൻ കൊള്ളാം ഗൈസ്. ഞങ്ങൾ പാലും വെള്ളത്തിൽ മേടിച്ചേക്കുവാണ്. അകത്ത് നല്ല AC ഇട്ട് ഫാനൊക്കെ ഇട്ട് കൊണ്ടുകൊണ്ടുവന്ന് ഞങ്ങളാണ്. ഇവിടെ ചൂടത്ത് മൂടി പൊതിച്ച് സമയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഫാനില്ല ഗൈസ്, ഇതേ ലൈറ്റ് മാത്രം ഉച്ചീൻ്റെ പൊക്കത്തുണ്ട്, കത്തിയിട്ട് പോലും ഇല്ല. അപ്പുറത്തെ 2 സീറ്റിൽ ഫാനുണ്ട്. ഉയർക്കുന്നു. അവിടെ സീറ്റില്ല. ഓഹോ, അവൾ ആദ്യം പോയി സോഫയിൽ സീറ്റ് പിടിക്കുക. അവള് നാക്കൊണ്ട് തള്ളു. ഞാനിവിടെ ഞങ്ങളുടെ അവിടുന്ന് ഇവിടെ വന്നു. കുറച്ചു നേരം ഫോട്ടോ അവിടെ എടുത്തു. അവര് സോഫക്കാരൊരു ഫോട്ടോ എടുത്തു. ഗൈസ് നമ്മുടെ അടുത്ത സാധനം വന്നു. ഞങ്ങൾ വൈബ് അടിക്കാൻ വേണ്ടി വെളിയിരിക്കുക. ഗൈസ് ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്തു. എന്ത് ഫ്രൈ ആയിരുന്നു? ക്രിസ്പി ചിക്കൻ. മയം കൂടെ കൊടുക്കുകയുമോ അല്ല, അല്ലെങ്കിൽ ഇതൊരു ഓക്കെ പ്രൊഡക്റ്റ്. താങ്ക്സ്. സോറി. ഇത് UK ഇങ്ങനെയാ ഗൈസ്. പക്ഷെ ഇതിന് എരിവില്ല, എന്താ പുളിയില്ല, മധുരമില്ല, ഒന്നുമില്ലാത്തൊരു വികാരമില്ലാത്ത സാധനമാണ്. കറക്റ്റ് കേട്ടോ. ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഫോട്ടോഷൂട്ടാണ്. അല്ലെങ്കിൽ നേരെ ഇരുട്ടി മഴ പെയ്യുമായിരുന്നു. കാണിച്ചേ. കൊള്ളാം. ആഷ്മി ലാൽജി ആൻഡ് ക്രിയേഷൻസ്. ഫോട്ടോ വേണ്ടവരും വീഡിയോ വേണ്ടവരും കോണ്ടാക്ട് ആഷ്മി ലാൽജി. ശരിക്കും അവളുടെ പേര് ആഷ്മി ലാൽജി എന്നാണ്. ഗൈസ് ഇപ്പം ഞാനും ആദ്യം മിച്ചം ബാക്കി എല്ലാവരും ഇവിടെ ഫോട്ടോ എടുപ്പാണ്. ഇനി ഓരോരുത്തർ അതല്ല ഹൈലൈറ്റ്. ഇത്രയും വലിയ സീറ്റ് സോഫ ഉണ്ടായിട്ട് ഞങ്ങൾ നിലത്താണ്. തേർഡ് പ്ലേസിന്റെ നിലത്ത്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യം? നല്ല ഫുഡായിരുന്നു. പക്ഷെ കുറെ ഫുഡ് ഇഷ്ടമായില്ല, കാരണം കോഫി എനിക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്കും കുറെ ഫുഡ് ഇഷ്ടമായില്ല. കുറെ അല്ല, 2 ഫുഡ്. കോഫി കണ്ടിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കോഫി ഞങ്ങളുടെ അല്ലേ. എനിക്ക് ബർഗർ ഇഷ്ടപ്പെട്ടു. ബർഗർ നല്ലായിരുന്നു, പിന്നെ ന്യൂട്ടെല്ല നല്ലായിരുന്നു. സർവീസ് പോരാ. സർവീസ് പോരാ. എന്താണ് അവര് നമുക്ക് പ്രൈവസി എന്നാണോ നിനക്ക് സർവീസ് പോരാന്ന് പറഞ്ഞേ? അവർ ആക്ച്വലി ഒന്നും കൊണ്ടു തന്നില്ല. അമ്മണിക്കൊക്കെ ദാഹിച്ചു. എടാ എനിക്ക് സമീന ഓർമ്മ തന്നെ എന്തിനാണെന്നറിയാമോ? നീ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തില്ലേ? പിന്നെ ഗൈസ് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. സിയ ആക്ച്വലി പാറുവിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, സ്കൂൾ മേറ്റ് ആയിരുന്നു. അപ്പം സിയനെ കൊണ്ടുവരുന്ന വഴി ഞങ്ങൾ കോളേജ് മേറ്റ് ആയിരുന്നു. എക്സ് കോളേജ്. പിന്നെ ഗൈസ് എന്താ ഇവിടുത്തെ നല്ലൊരു ആംബിയൻസ് ഉള്ളതാണ്. പക്ഷെ സാധാരണ ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല, ഒരു ക്വൈറ്റ് പ്ലേസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായിപ്പോയി. അതിൻ്റെ ഒരു കുറച്ച് ഇതുണ്ട്. ഇപ്പം നമ്മൾ ഓരോരുത്തരും വെച്ച് ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. മൈക്കുണ്ടല്ലോ അല്ലേ, അത് ഓരോരുത്തരും വെച്ച് ഫോട്ടോ എടുക്കുക. ഇത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം തൊടുപുഴയ്ക്കുമാണ്. പാറും സിയയും ബാക്ക് ടു കോളേജ്. അല്ല, പാറും സിയയും വീട്ടിൽ പോവാൻ. ഞങ്ങളൊക്കെ കോളേജ് പോവാണ്. യെസ്, എൻ്റെ കൂടെ സമി ഉണ്ടാവും ഗൈസ്. സമി ഫ്രൈഡേ ആണെന്ന് വരും.
കഴിഞ്ഞോ നിങ്ങളുടെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല കഴിച്ച്. ഒന്നും പറയേണ്ട കഴിച്ച്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അത് ഇങ്ങനെ സമീനെ പിക്ക് ചെയ്ത് വരാനപ്പോൾ അവിടെ മഴയായിരുന്നു. പിന്നെ എന്താ വിശേഷം? വിശേഷം ഒരു കാര്യം എപ്പോഴും പറയാം, ഞാൻ വിചാരിച്ച പറയണം. എന്താണെന്നറിയാവോ ഗൈസ്? ഞങ്ങൾ ആക്ച്വലി 2-3 തവണയൊക്കെ കൂടിയായിരുന്നു പാറു തൊടുപുഴയിലൊക്കെ വന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ പ്ലാൻ തന്നെ ഗേൾസ് ട്രിപ്പായിരുന്നു ആക്ച്വലി. പക്ഷേ ഒത്തിരി ഇങ്ങറ്റം പോണ്ടിച്ചേരി, വർക്കല, ഗോവ, ഊട്ടി എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരുടെ ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. ഓക്കെ അവർ പോയിട്ടുണ്ട്. പാറുവിന് സങ്കടം വേണ്ടല്ലോ എന്ന് വെച്ച് ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ പാറു ആദ്യം ആശ്മിലാജിയും പോയി, ഞങ്ങളൊന്നും പോയില്ല. അതിൻ്റെ ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ വന്നത്. അപ്പം അജ്ന സൈനുദ്ദീൻ ഇല്ല, അവള് തൊഴിലെടുക്കുന്ന ഉദ്യോഗസ്ഥയാണ്, വർക്കിംഗ് ലേഡി. അതുകൊണ്ട് ആദ്യയുടെ ഷൂട്ടിനായി ആദ്യം പോയി അടുത്ത ചെസ് നമ്പർ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ട്രിപ്പ് പോയി. അപ്പം ഞങ്ങൾക്ക് ഗേൾസ് ട്രിപ്പ് പോകാനായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഈ ഗേൾസൊക്കെ ആയിരുന്നു ഞങ്ങൾ അന്ന് വർക്കലയിൽ പോയത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അത് ഞങ്ങൾ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്തെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കുറച്ച് ഫോട്ടോ എടുക്കണം, അതാണ് ഗേൾസ് ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം. നല്ല ഉഗ്രം മഴയുണ്ട് ഗൈസ് വെളിയിൽ, ഞാൻ കാണിച്ചു തരാം. എങ്ങനെ പോകും? ഇതേ നല്ല മഴ. വീഡിയോ സോറി ഗൈസ്, ഫോട്ടോഷൂട്ട്. എനിക്ക് വേറെ പ്ലേസ് വേണം കേട്ടോ. കൊള്ളാം. സിയയുടെ ഊഴം കഴിഞ്ഞു. ഇനി അമ്മയുണ്ട്, ഞാനുണ്ട്, ആശ്വലാജിലും. ഈ ഇരിക്കുന്ന ചില വന്നപ്പം തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് ഗൈസ്. ഇതുവരും തീർന്നിച്ചില്ല. നല്ലൊരു ആംബിയൻസ് ഉള്ള പ്ലേസാണ്. നമുക്ക് എന്നെ ട്രോളൊന്നും അവിടെ ഇരുന്ന് ഗൈസ്. ഇവിടെ വെട്ടമുണ്ടടാ, ഇവിടെ വെട്ടമുണ്ട് ഗൈസ്, ഇവിടെ വെട്ടമുണ്ട് ഗൈസ്. ഇവിടെ ഇരുന്നാണ് ഞാൻ 2020 ഫോട്ടോ എടുത്തത് ഇവിടെ. ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. അന്ന് എനിക്ക് മുടി ഭയങ്കര ഷോർട്ടായിരുന്നു. കൊടുത്തേക്കാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് സമീന ലത്തീഫ്, ക്യാമറാമാൻ ആശ്മിൽ അൽസി, അസിസ്റ്റന്റ് സിയ, റെഫറിയ ഫോട്ടോസ്, റെഫറിയ പോസ്, യൂണീക്ക് പോസസ്. എന്താ അസംബ്ലി അറ്റൻഷൻ. ഇനി അടുത്തത് ആരാണ്? വേറെ പോസ് ആണോ? വേറൊരു പോസ് പറ. ഒരു പോസ് ഇത്ര റഫ് ചെയ്തിട്ട്. എടാ ഞാൻ എവിടെ നോക്കിയത്? എത്ര ഫോണ്? അടുത്ത പോസ് പറ. ഇവിടെ ഇരിക്കുക. നീ ഇവിടെ ഇരുന്നോ? കല്യാണ ഫോട്ടോ അയ്യോ ശരിയാ, കല്യാണ ഫോട്ടോ. ഇവിടെ പോസ് ആശ്വലാജിയെ ഫോട്ടോ എടുക്കണേ. ഒരു മിനിറ്റ് ആശ്വല, ഞങ്ങളുടെ 3 എണ്ണമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാ. ഇങ്ങനെ 3 എണ്ണം ഇടില്ലേ? അതെന്റെ അടുത്ത് എടാ ഒരു പോസ് ഗൈസ്. ഈ മോതിരം ഞാൻ കൊടുത്തത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പഠിച്ചിരിക്കുന്നുണ്ടാവും. നമ്മളെല്ലാം കൈയൊക്കെ ഇതല്ല എടാ അവര് വീഡിയോയാ. മറിക്കാൻ എന്റെ സ്ഥലം മറിക്കാൻ. ഇവിടെ വാ സമയം ഗൈസ്. ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടാണ്. അയ്യോ ഞാനിങ്ങനെ അല്ലടാ. അയ്യോ ശരിയാ. എടാ ഇത് പോസായിരുന്നു സിയ. എടാ ഒന്ന് കാണിച്ചടാ, എന്റെ മുഖം ഒന്ന് കൊള്ളാവോ നോക്കട്ടെ. കാണീര് പക്ഷെ ക്ലാരിറ്റി പോയി. പക്ഷെ ഇത് ക്ലാരിറ്റി പോയ പോലെ അല്ലേ? ഐഫോൺ ഒന്നും ക്ലാരിറ്റി ഇല്ല. ആശ്വലാജി കുറച്ച് ഫിൽറ്റർ, എസ്തെറ്റിക് ഫിൽറ്റർ ഇട്ടായിരുന്നു. ഇതെന്താ ട്രെയിനിൽ പോണോ നമ്മള്? ഫിൽറ്റർ ഇടുമ്പോ മാറുമായിരിക്കും തോന്നുന്നു. എടുത്ത് തുടങ്ങിയില്ലല്ലോ. ആദ്യം എല്ലാവരുടെ ഓരോ സമയം എല്ലാവരും ഓരോ ഫോട്ടോ എടുക്കണം കേട്ടോ.
നിന്റെ എടുത്തു തരാം, ഞാൻ എടുത്തു തരാം. ഞാൻ ആശ്മിന ചെറുത് ഗൈസ്. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫോട്ടോഷൂട്ടാണ്, ഞാനാണ് ക്യാമറമാൻ. ഇവരെ കൊള്ളാമെങ്കിൽ ഞാനാട്ടോ. ഇതുവരെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫി കഴിഞ്ഞിട്ടുള്ള ഗൈസ് ഫോട്ടോഷൂട്ട്. ഇത്തവണ സമ്മിയാണ് എടുക്കുന്നത്. സമ്മി ഇപ്പം ആരെയും ആശ്രയിക്കാണ്ട് വീട്ടിൽ ഫോട്ടോ എടുക്കുക. ദൈവം പറഞ്ഞിട്ടുണ്ട് ആരെയും ആശ്രയിക്കാൻ പാടില്ലെന്ന്. ആദ്യക്ക് ഐഫോൺ യൂസ് ചെയ്ത് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ അറിയില്ല. കൊള്ളാം. ദേ നമ്മള് മൊത്തം 1470 പാറുണ്ട് ചിലവായിരുന്നു ഗൈസ്. അറിഞ്ഞിരുന്നെങ്കിൽ UK പോയിരുന്നു. സോ മച്ച് ഓഫ് ഐസ്ക്രീം ഉണ്ട്, കൊള്ളാമല്ലേ? ഓക്കെ ബൈ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അയ്യോ പുഷ് എന്നല്ലേ പറഞ്ഞ, ഞാൻ പുള്ള ചെയ്ത്. ഇതെന്താ എന്താ മറക്കുന്നേ? ആ ശരിയാ, ഗരം മസാല വേണം. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മൾ 3rd പ്ലേസിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇറക്കി വിടുന്നതിന് മുന്നേ നമ്മൾ എത്ര മണിക്ക് വന്നേ? ഇവിടെ 3 മണിക്ക് സംതിങ് വന്നതാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങണത്. ഇപ്പം സമയം 6 മണിയോ 5:30യോ? ഗൈസ് അവിടെ ഫോട്ടോഷൂട്ട്. ഇവിടെ എനിക്ക് നല്ല ബുദ്ധിയാണ്. കാറിൻ്റെ മറ്റേ കൊമ്പിൻ്റെ പൊക്കത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏരിയയിലല്ലടാ, അതിൻ്റെ ഒരു മൂട്ടിൽ മറ്റേ വെയിലിൻ്റെ പോലത്തെ ഒരു തലയുള്ള സാധനം ഉണ്ടല്ലോ, കാണിച്ചു തരാം. ഈ സാധനം, ഈ സാധനത്തിൻ്റെ പൊക്കത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ടോ? എടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നൊക്കെ ടൈമർ വെച്ചെടുക്കാം. അല്ല വീഡിയോ ഓഫ് ചെയ്ത് നമുക്ക് ടൈമർ. മറ്റുള്ള വീഡിയോ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തത്രപ്പാടിലാണ് ബിഹൈൻഡ് ദ സീൻ. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നല്ല. ആ ഓ അശ്വിന ചെയ്ത പ്രോ ഫോട്ടോഗ്രാഫർ കണ്ടുപിടിച്ചു. എടുക്കെടുക്ക്. ആസ് യൂഷ്വൽ എല്ലാം കഴിഞ്ഞ് എയർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ ചടങ്ങിലാണ്. വന്നത് കോട്ടയത്തെ 3rd പ്ലേസിലാണ് കേട്ടോ. കേലാസ് ഫസ്റ്റ് കെഫ്റ്റീരിയ ആണല്ലേ? ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കേലാസ് ഫസ്റ്റ് കെഫ്റ്റീരിയ എന്നല്ല, കേരള ഫസ്റ്റ് ജെലറ്റീരിയ എന്നായിരുന്നു. ഞാൻ സീൻ ചെയ്യും മാറിപ്പോയി. അപ്പോൾ അതായിരുന്നു അത്. നമ്മുടെ സമീന ലത്തീഫാണ് കണ്ടുപിടിച്ചത്. എപ്പോൾ അങ്ങനെ നോക്കി അങ്ങോട്ട് ശരിയല്ല. താങ്ക് യു ഗൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ അറിയാം, മനസ്സിലായാലോ അത്. ഓക്കെ ഗൈസ്, ഞങ്ങളപ്പം കുറച്ച് നേരം കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യും. അപ്പം എല്ലാവരും തളർന്നിരിക്കുകയാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണ് ഗൈസ്. അപ്പം ഗേൾസ് ഡേ ഔട്ട് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ടിൽ ദെൻ അടുത്ത തവണ വരുന്നവരെ ബൈ. സത്യം എനർജി ഇല്ല ഗൈസ്, എല്ലാവരും ഡെഡ് ഹോ ഗയാ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ബൈ.